എനിക്കിത് ഇഷ്ടമില്ലെന്ന് അറിയില്ലേ? സാരമില്ല അഞ്ജു, എന്റെ ബോക്സിലുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ചേച്ചി ഇത്? വെണ്ടയ്ക്ക് നമ്മൾ 4 പേര് കഴിക്കത്തില്ലല്ലോ. അതെ ചേച്ചി, എല്ലാ ടിഫിൻ ബോക്സിലും വെണ്ടയ്ക്ക് വെച്ചാ നമ്മളിനി എന്ത് കഴിക്കും? അമ്മയുണ്ടായിരുന്നപ്പോ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും തന്നു വിടില്ലായിരുന്നു. കൊറേ ഐറ്റംസ് ഉണ്ടാവായിരുന്നു. അതും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമായിരുന്നു. മഹേശ്വരി ആന്റി എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. നമ്മളെ നന്നായിട്ട് നോക്കുമെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള തരണമെങ്കിൽ നമുക്ക് എന്താ ഇഷ്ടം ചോദിക്കണ്ടേ? പക്ഷെ ചോദിക്കാറില്ലല്ലോ. ആ വീട്ടിൽ നിന്ന് നമുക്ക് എന്താണോ ആവശ്യം അത് തരാൻ അവിടെ ആരുമില്ല. രാവിലെ നേരത്തെ തന്നെ വിളിച്ചുണർത്തും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. ഇപ്പൊ ലഞ്ചും കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ സ്കൂള് എനിക്കിഷ്ടമല്ല. എല്ലാം മഹേശ്വരി ആന്റി കാരണം. അങ്ങനെയൊന്നും അല്ല അഞ്ജലി. നമുക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ലെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ. ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേണ്ട. അഞ്ജു, അഞ്ജു പോലെ. ആനന്ദ്, ആകാശ്, നിങ്ങളെങ്കിലും ഒന്ന് കഴിക്കൂ. എനിക്ക് വേണ്ട. ആനന്ദ്, ആകാശ്. അഞ്ജു, അമ്മു, എനിക്ക് അമ്മയെ കാണണം. എനിക്ക് വിശക്കുന്നു അമ്മു. വിശക്കുന്നു അഞ്ജു, വിശക്കുന്നു. ക്യാൻറ്റീനിൽ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാ നമ്മുടെ കയ്യിൽ അതിനുള്ള കാശില്ലല്ലോ. കുറച്ച് സമയം കൂടെയല്ലേ ഉള്ളൂ, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവില്ലേ? അപ്പൊ ഞാൻ നിനക്ക് പിസ്സ ഓർഡർ ചെയ്ത് തരാം. ഐസ്ക്രീമും വാങ്ങിക്കാം. ഐസ്ക്രീമില് നിനക്ക് ഏത് ഫ്ലേവറാ വേണ്ടത്? ഏത് ഫ്ലേവറാ വേണ്ടത് അഞ്ജു? പറ. ബ്ലാക്ക് കറന്റ്, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് രണ്ടും വേണം എനിക്ക്. ആ ശരി, 2 ഫ്ലേവേഴ്സിലും ഒരുപാട് ഐസ്ക്രീം കഴിക്കാം. കരയണ്ട, കരയണ്ട കേട്ടോ. ചേച്ചി, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. ഈ വെള്ളമെങ്കിലും കുടിക്കും. താൻ വീണ്ടും തിരിച്ച് മൂന്നാറിലേക്ക് പോകുന്ന ഞാൻ കരുതിയത്. പക്ഷേ താൻ ഇവിടേക്കാണ് ട്രാൻസ്ഫർ ചോദിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. തൻ്റെ കീഴിൽ ട്രെയിനിങ്ങിന് വരുന്ന ജൂനിയേഴ്സിന് ഒരുപാട് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. സോറി ടു സേ, തൻ്റെ വൈഫിൻ്റെ കാര്യം അറിഞ്ഞോ? കേട്ടപ്പോൾ വിഷമം തോന്നി. പിന്നെ ഇപ്പം കുട്ടികളൊക്കെ ഓക്കെ അല്ലേ? They are still in shock, sir. കൂടെ ഉണ്ടായിരുന്ന അമ്മ ഇനി ഒരിക്കലും ഒപ്പം ഉണ്ടാവില്ലെന്നുള്ള സത്യം വിശ്വസിക്കാൻ അവരിനിയും തയ്യാറായിട്ടില്ല. കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയ അവരെ സ്കൂളിലേക്ക് വീണ്ടും വിട്ടു തുടങ്ങിയത്. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ആരും ഓർക്കാറില്ല. മറ്റൊരു കാര്യം, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നവർ വിട്ടുപോകുമ്പോഴാണ് ആ സത്യം നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഐ ആം വെരി സോറി. ഇതാ, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു, സർ.
ആ പിന്നെ രാഘവനും ഇവിടെ തന്നെ പോസ്റ്റിംഗാ. എന്തിനാ സാർ? ഐ ഡോണ്ട് നോ. ഹി ആസ്ക്ഡ് ഫോർ ദ ട്രാൻസ്ഫർ. അറ്റീസ്, എന്താ രാഘവ, എന്തിനാ ഇവിടേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയേ? നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം എന്താവും? സർ, അവിടെ എൻ്റെ കുട്ടികളെ നോക്കാനായിട്ട് അവരുടെ അമ്മയും എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എൻ്റെ അമ്മയും അവിടെയുണ്ട്. പക്ഷേ ഇവിടെ സാറിൻ്റെ കുട്ടികളെ നോക്കാനായിട്ട് ആരും തന്നെ ഇല്ലല്ലോ സർ. അവരുടെ കുട്ടിക്കാലം മുതൽ ഈ കൈകളിൽ കിടന്നാണ് അവർ 4 പേരും വളർന്നത് സർ. അമ്മ പോയതിനു ശേഷം അവർക്ക് കുറച്ച് മനസ്സമാധാനമുള്ളത് എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് സർ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവരെ വിട്ടുപോകാൻ ഒരിക്കലും കഴിയില്ല സർ. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങിയത്. താങ്ക് യു. ദൈവമേ, പുതുതായിട്ട് വന്ന മേജർ മാത്രം ഇനി എന്റെ രക്ഷ. എങ്ങനെയാണേലും വേണ്ടില്ല, അവര് ഈ ലെറ്ററിൽ സൈൻ ചെയ്ത് തരുന്നത് പോലെ ഒന്നാക്കി തായീശ്വര. ഞാൻ എവിടെ പോയാലും ഇയാളെയാണല്ലോ കാണുന്നേ. എന്റെ പൊന്നു ദൈവമേ, ഇത് ശരിയാണോ? എനിക്കിവനെ കാണണ്ടെങ്കിലും എന്റെ ലൈഫിൽ ഇവൻ എൻട്രി ആക്കുന്ന എന്തിനാ? ഓ, ഇനി ഇയാളെങ്ങാനാണോ പുതിയ മേജർ? ഏയ് അല്ല, വല്ല അസിസ്റ്റന്റ് ഓഫീസറും ആയിരിക്കും. എന്നാലും പോയി ഹെൽപ്പ് ചോദിച്ചാലോ? ശത്രുവിന്റെ അടുത്ത് പോയി സഹായം ചോദിച്ചാ നീ തോൽവി സമ്മതിച്ചു എന്നാണ് അർത്ഥം. ഇവന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല. ഭാഗി, ലോണിന് EMI അടയ്ക്കാൻ പോലും കഴിവില്ല. നിനക്ക് എന്തിനാ ഈഗോ? കാമായി ചെന്ന് ഹെൽപ്പ് ചോദിക്കാം. എന്തു പോയി ചോദിക്കോ എന്തോ. ഹലോ ബോസ്. ഹലോ. ശരി, ഹലോ സർ. ഓക്കെ അല്ലേ? റെജിമെന്റില് ഒരു പുതിയ മേജർ ജോയിൻ ചെയ്തിട്ടില്ലേ? അവരെങ്ങനെയുള്ള ആളാ? എങ്ങനെയുള്ള ആളെന്ന് വെച്ചാ? അത് തന്നെ, അങ്ങേരുടെ സ്വഭാവം എങ്ങനെയാന്ന്. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? അയ്യോ, അയാളുടെ വീക്ക്നെസ് എന്താന്നാ ചോദിച്ചേ. മനസ്സിലായില്ല. ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. എന്ന് വെച്ചാ? അയ്യോ, അത് തന്നെ, അയാൾക്ക് കൈക്കൂലി വല്ലതും വാങ്ങുന്ന സ്വഭാവം ഉണ്ടോന്ന്. ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോട് പറ. എന്താ ഒന്നും പറയാത്തെ? ഓ, നിന്നെ മറന്നുപോയെന്നാണോ? എന്തിനാ അങ്ങനെയൊക്കെ കരുതുന്നേ? നിനക്കും എന്തെങ്കിലുമൊക്കെ തരാന്നേ. പറ. ഓ, CCTV ക്യാമറ ഉള്ളോണ്ട് പേടിയാണോ? നമ്മുടെ സെറ്റിൽമെന്റ് പുറത്തു വെച്ച് ചെയ്യാന്നേ. അയ്യോ, നീ ഇങ്ങനെ പേടിക്കല്ലേ.
അറ്റ്ലീസ്റ്റ് ആ മേജർ എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞു താ. ഹെൽപ്പ് ചെയ്യുന്ന കരുതിയപ്പോ വാണി കൊടുത്തിട്ട് പോകുന്നു. സാർ 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 ആ പറഞ്ഞോളൂ. പുതിയ മേജർ ജോയിൻ ചെയ്തല്ലോ അല്ലേ? അതെ, ഇന്നാണ് ചാർജ് എടുത്തത്. ആ, അവരുടെ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി വന്നതാ സാർ. അദ്ദേഹം എങ്ങനെയുള്ള ആളാ? അദ്ദേഹം വളരെ സ്ട്രിക്റ്റാ. നേരിട്ട് അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് രാഘവൻ എന്നൊരാളുണ്ട്, അയാളെ ചെന്ന് കാണും. തീർച്ചയായിട്ടും അയാൾ നിങ്ങളെ സഹായിക്കും. താങ്ക് യു സാർ. ഓക്കെ. രാഘവൻ പേര് തന്നെ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ആളപ്പ എന്തുമാത്രം പോസിറ്റീവ് ആയിരിക്കും. ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അയ്യോ ഞാനിപ്പോ എവിടെയാ ഉള്ളത്? മര്യാദയ്ക്ക് പറ. അയ്യോ അമ്മേ. ഇവിടുത്തെ അവസ്ഥ അറിയാലോ. നമ്മുടെ സാറാണെങ്കിലും വളരെ സ്ട്രിക്റ്റുമാണ്. സാർ ആ ആ പേര് പറയാതെ പോയ പെൺകുട്ടി. താങ്ക് യു സോ മച്ച് സർ. മൂന്നാറിൽ വെച്ച് അന്ന് എന്നെ രക്ഷിച്ചതിന്. അന്ന് സാർ ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ അവസ്ഥ? അല്ല, ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഒരാളെ അന്വേഷിച്ച് രാവിലെ ഇറങ്ങിയതാ സർ. ആരാണെന്ന് പറ. എവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പറയാം. 6 ഫീറ്റ്, ബോഡി ഫിറ്റ് ആയിട്ടിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാ കുറച്ച് ബുദ്ധിമുട്ടാ. പേരെന്താണെന്ന് പറ. ദ ഗ്രേറ്റ് രാഘവനെ കാണാൻ വേണ്ടിയാ വന്നേ. നീ എന്നെ അന്വേഷിച്ചാണോ വന്നത്? തമാശക്കാള സർ. പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം? രാഘവൻ പേര് കണ്ടില്ലേ? പേരിനനുസരിച്ച് 6 പാക്കെങ്കിലും വേണം. അല്ലാതെ ഫാമിലി പാക്ക് അല്ല വേണ്ടത്. എന്ന് വെച്ചാ ഫാമിലി പാക്ക് ഉണ്ടെങ്കിൽ പവർഫുൾ പേരുണ്ടാകാൻ പാടില്ലേ? തനിയെ അങ്ങ് കണ്ടുപിടിച്ചാ മതി. സർ 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 അതിനു മാത്രം ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഇയാൾക്ക് ഇത്രയും അങ്ങ് ഹെർട്ടാവാൻ? ഇവിടെ എല്ലാരും എന്തൊക്കെയോ ടെൻഷനിലാണ്. നാളെ രാവിലെ വന്ന് ഞാൻ എങ്ങനെയെങ്കിലും ആ മേജറിനെ കണ്ടുപിടിക്കും. മിസ്റ്റർ ഗുപ്ത, ഇത്ര നേരമായിട്ട് കുട്ടികളെ കണ്ടില്ല. പോയി അവരെ അന്വേഷിക്കുവാൻ എന്നോട് പറയുകയാണോ മകളെ? സ്കൂൾ ഒരുപാട് ദൂരെയല്ലേ? ഈ പ്രായത്തിൽ എങ്ങനെയാ നിങ്ങൾ അത്രയും ദൂരം പോവാ? ഓ സോറി, പവർ ഇല്ലാത്തത് എനിക്കല്ലേ, നിങ്ങൾക്കല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ കൊരങ്ങന്മാരെ പോലെ കേറിയിരിക്കുന്നേ? പോയിട്ട് വന്നൂടെ? നീ എന്നെ എന്തൊക്കെ ജോലികളാണ് ഏൽപ്പിക്കുന്നതെന്ന് അറിയാമോ മകളെ? കുട്ടികളെ, അയ്യോ എന്തു പറ്റി? എന്താ കുട്ടികൾ ഇങ്ങനെ ടയർഡായിട്ട് പോകുന്നത്? പോയി എന്താണെന്ന് അന്വേഷിക്കൂ. ആഹാ, വന്നല്ലോ. ആദ്യ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എന്തു പറ്റി മക്കളെ? എന്തു പറ്റി? അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്? എന്താ മോളെ? വിശക്കുന്നു മുത്തശ്ശ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു തരോ? എന്താ മോളെ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലേ നീ? അമ്മേ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതിലും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തന്നെ. ഇതിലും അത് തന്നെയാ. ലീല, ലീല. മാഡം പറഞ്ഞു. മാഡം നിന്നോട് ബോക്സിൽ വെക്കാൻ പറഞ്ഞ എന്താ നീ വെച്ചതെന്താ? എനിക്കറിയില്ല, മഹേശ്വരി മാഡം പറഞ്ഞതാ ഞാൻ കുട്ടികൾക്ക് വെച്ചു കൊടുത്തത്.
അവള് പറയാനും ഇവള് ചെയ്യാനും. വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? നീ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണോ അവൾക്ക് വേണ്ടിയാണോ? അത് ഞാനാ വെക്കാൻ പറഞ്ഞതെങ്കിൽ. എന്താന്ന് വെച്ചാ മഹേന്ദ്രൻ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞതുകൊണ്ട് അവൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് കരുതി നീ എന്താ ഈ കാണിച്ചേ? കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത് എനിക്കറിയില്ലേ? കുഞ്ഞുങ്ങളുടെ വിശപ്പടങ്ങിയാലല്ലേ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂ. ഇനി മുതൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും അവരുടെ പഠിത്തത്തിന്റെ കാര്യത്തിലായാലും നീ ഇടപെടാൻ നിൽക്കണ്ട. അയ്യോ, അതൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. പാവം, അവരൊരുപാട് വിശന്നിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? എണീക്ക് മോനെ, എണീക്ക്. എണീര് മക്കളെ, വാ വാ മോളെ, എണീറ്റ് വാ. വാ വാ മോളെ, വാ മോനെ, വാ. വാ. അയ്യോ, എന്താ മേഡം ഇത്? വലിയ മേഡം ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പോന്നേ? ആ മകളെ, നമുക്ക് ആ ഭാഗത്ത് ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാ അവരെ കൊണ്ട് മനഃപൂർവ്വം എന്നെ വഴക്ക് പറയിപ്പിച്ചത്. ഓഹോ, അവരിപ്പോ എന്നെ വഴക്ക് പറഞ്ഞ ആ സിറ്റുവേഷൻ മുതലെടുത്ത് മഹേന്ദ്രനുമായിട്ട് അടുക്കാനുള്ള സാഹചര്യം ഞാൻ മനഃപൂർവ്വം ഇവിടെ ഉണ്ടാക്കിയെടുക്കും. ഹലോ, ഞാനാ മൂന്നാറിൽ നിന്ന് വിളിക്കുന്ന, ഓർമ്മയുണ്ടോ? ഹലോ അരുന്ധതി മാഡം. ഹലോ ഭാഗ്യ, ഞാനാ മൂന്നാറിൽ നിന്ന്. എന്തിനാ വെറുതെ ആരാന്ന് ചോദിച്ചത്? എന്താ നീ വല്ലാതിരിക്കുന്നേ? നിന്നെ കാണുമ്പോ നീ ഹാപ്പി ആണെന്നും തോന്നുന്നില്ല, സാഡ് ആണെന്നും തോന്നുന്നില്ല. കൊറേ നാളുകൾക്ക് ശേഷം പ്രോഗ്രാം ചെയ്തില്ലേ, എന്തോ സങ്കടം പോലെ. നിന്റെ ഫാൻസ് ഒക്കെ നിർത്താതെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്നോ? എന്നാലും എപ്പ പ്രോഗ്രാം ചെയ്താലും ഫസ്റ്റ് കോൾ മൂന്നാറിലുള്ള ചേച്ചിയല്ലേ ചെയ്യാറ്. ഇന്ന് വന്നതേയില്ല. എന്തവസ്ഥയിലാണെങ്കിലും ഉറപ്പായും കോൾ ചെയ്ത് സംസാരിക്കുന്ന ആളാ. ആ ചേച്ചിയോട് ഓരോ തവണ സംസാരിക്കുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുമായിരുന്നു. എന്നാലിപ്പോ മനസ്സിൽ വല്ലാത്ത വേദന. ആ ഫീലിങ്സ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് എന്താ ഇങ്ങനെ? അവര് തന്നെ നിന്നെ ഫോൺ ചെയ്ത് നീ എന്റെ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ വാങ്ങി തന്ന നിന്നെ മൂന്നാറിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നിന്നെ കാണാൻ വന്നോ? നീ അവരെ വിളിച്ചു നോക്കി, എടുത്തതുമില്ല. പിന്നെ അവർക്ക് നിന്നെ തിരിച്ചു വിളിക്കായിരുന്നല്ലോ, വിളിക്കുകയും ചെയ്തില്ല. അത് തന്നെ എനിക്കൊന്നും മനസ്സിലാവാത്തെ. പിന്നെ എന്തിനാ അവരെന്നോട് അത്രയും സ്നേഹം കാണിച്ചേ? എന്നിട്ട് ഇപ്പൊ എന്താ എന്നെ വിളിക്കാത്തെ? അവരിപ്പോ എവിടെയായിരിക്കും, എന്തായിരിക്കും ചെയ്യുന്നത്? ശരി, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. കബോർഡിൽ നിന്ന് ഫോൺ റിംഗ് ആവുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അമ്മയുടെ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് സിം എടുത്ത് പുതിയ ഫോണിലിട്ടതല്ലേ, അതാ റിങ് ചെയ്യുന്നേന്ന് തോന്നുന്നു. ഹലോ ഹലോ, ആരാ? അത് ഞാനല്ലേ ചോദിക്കേണ്ടത്. കോൾ ചെയ്തത് നിങ്ങളാ. ഇത് ആരാ വിളിക്കുന്നേ?
ഞാൻ മോളുടെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്റെ അമ്മയെ വിളിച്ചതാണോ? അതെ. അവിടെ ഉണ്ടെങ്കിൽ മോളൊന്ന് ഫോൺ കൊടുക്കോ, സംസാരിക്കാനാ. എന്റെ അമ്മയോട് സംസാരിക്കണോ? അതെ മോളെ. അത് പിന്നെ എന്റെ അമ്മ. അഞ്ജലി, നീ ആരോടാ സംസാരിക്കുന്നത്? അമ്മയുടെ ഫോണിൽ ആരോ വിളിക്കുന്നു ഡാഡി. ഹലോ. ഈ ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. ഹലോ, ഹൂസ് ദിസ്? ഹലോ, നിങ്ങളുടെ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾ ആരാണ്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറയേ. ഞാൻ നിങ്ങളുടെ വൈഫ്. ഹലോ 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 ഹലോ. ചാർജ് തീർന്നു പോയല്ലോ. ഹലോ. കോള് കട്ടായി പോയിടേ. ആ ചേച്ചി വീട്ടിലില്ലാന്ന് തോന്നുന്നു. ചേച്ചിയുടെ മോളും ഹസ്ബൻഡും സംസാരിച്ച്. ശരി, ഒരുപാടൊന്നും ആലോചിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചാ മതി. ഞാൻ പോയി ഗ്രീൻ ടീ വാങ്ങിട്ട് വരാം. സ്കൂളിൽ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഡാഡി. ചേച്ചി എന്താ എങ്ങനെ പറയുന്നേ? ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതല്ലേ? ടീച്ചേഴ്സിന്റെ പെരുമാറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ടീച്ചേഴ്സ് ഒക്കെ നന്നായിരുന്നു ഡാഡി. പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല ഡാഡി, എല്ലാം നന്നായിരുന്നു. അത് പിന്നെ ഡാഡി ഇന്ന് സ്കൂളില്